നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ചില മാസങ്ങളായി തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പഠിക്കാനായിട്ട് കർത്താവ് അതിനുള്ള അവസരവും കൃപയും നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം 1 തെസ്സലോനിയൻസ് 5-ാമത്തെ അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളാണ്. 11 വരെയുള്ള വാക്യങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1-ാമത്തെ അധ്യായം മുതൽ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാൻ ദൈവം നമ്മളോട് കൃപ കാണിച്ചു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ ഉള്ള ആ ദൈവമക്കൾക്ക് തനിക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുന്നില്ല. ആ പ്രതിസന്ധികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്നാം അധ്യായത്തിൽ വിശേഷാൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ തിമോത്തിയോസ് ആ സ്ഥലത്ത് പോവുകയും ആ സഭ പോകുന്ന കാര്യങ്ങളെ പറ്റി അപ്പോസ്തലനോട് അറിയിച്ചത് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ നിയോഗിതനായി ദൈവശാസീയമായ തിരുവെഴുത്ത് എഴുതാനായിട്ട് പരിശുദ്ധാത്മാവ് തനിക്ക് പ്രേരണ നൽകുകയും ദൈവാത്മാവിൻ്റെ പൂർണ്ണമായ കൺട്രോളിൽ ഈ ലേഖനം താൻ ആ സഭയ്ക്ക് എഴുതുകയാണ്. അങ്ങനെ എഴുതി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ 12 മുതൽ പ്രത്യേകം 26 വരെയുള്ള വാക്യങ്ങൾ, 25 മുതൽ താഴോട്ട് കൺക്ലൂഷനാണ്. 24 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഒരു ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇതൊരു മോഡൽ ചർച്ചാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ, സുവിശേഷം അറിയിക്കുന്ന സഭ, എല്ലാവർക്കും മാതൃകയാക്കാവുന്ന സഭ, ക്രിസ്ത്യൻ ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യുന്ന സഭ, ആ നിലയിലൊക്കെ എല്ലാ സാർവത്രികമായിട്ട് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ടുള്ള എല്ലാ ലോക്കൽ സഭയ്ക്ക് മാതൃകയാക്കാവുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്ക സഭ. ഈ സഭ മാതൃകാ സഭയാണെന്നതുകൊണ്ട് പെർഫെക്റ്റ് അല്ല. ഒരു സഭയും പെർഫെക്റ്റ് അല്ല. അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, പരിമിതികളുണ്ട്, പലവിധമായ ബലഹീനരായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ട്. അത് നിമിത്തം ഉണ്ടാകുന്ന ക്രൈസിസ് ഉണ്ട്, ഇമ്മെച്യൂരിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അതെല്ലാ ലോക്കൽ സഭയ്ക്കും ഉള്ളതുപോലെ ഈ സഭയും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെയാണ് 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പ്രത്യേകം ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. അത് എഴുതി അവരെ വീണ്ടും പ്രബോധിപ്പിക്കാനായിട്ടുള്ള കാരണം, നിങ്ങൾ ഒരു സാന്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ നിലയിലുള്ള കാര്യങ്ങളെ പരിഹരിച്ചു വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ മാത്രമേ ദൈവപ്രസാദകരമായിട്ട് നിങ്ങൾക്ക് തുടരാൻ കഴിയുകയുള്ളൂ എന്നാണ് 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് വിശേഷാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാതൃകാ സഭയാണ്, മോഡൽ ചർച്ചാണ്. എന്നാൽ ഈ സഭ വിശുദ്ധീകരണത്തിൽ മുന്നോട്ട് പോകാൻ ചില മാർഗനിർദ്ദേശങ്ങളാണ് 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പറഞ്ഞേക്കുന്നത്. ഞാൻ ആ 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾക്ക് ഒരു ആമുഖം പറയാം, ഒരു ഔട്ട്ലൈൻ പറയാം. ഔട്ട്ലൈൻ പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അതിൻ്റെ 22, 23, 24 വാക്യങ്ങൾക്കകത്ത് നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അത് സമയമുണ്ടെങ്കിൽ ഞാൻ ഒടുവിൽ ഈ ക്ലാസ്സൊക്കെ തീരാറാകുമ്പോഴത്തേക്ക് വിശദമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ 22 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ഔട്ട്ലൈൻ ഏറ്റവും ലളിതമായിട്ട് പഠിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകത്തക്ക നിലയിലുള്ള ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. 12-ാമത്തെ വാക്യത്തിനകത്ത് സഭയുടെ അധ്യക്ഷനും അല്ലെങ്കിൽ സഭയുടെ ഇടയന്മാരും സഭയിലെ ദൈവമക്കളും തമ്മിലുള്ള ബന്ധമാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. അതാണ് 12-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യം സഭയിലെ ആടുകൾക്ക്, വിശ്വാസികൾക്ക് ഇടയനോടുള്ള ബന്ധമാണ്. അതായത് 12-ാം വാക്യം ഇടയന് ആടുകളോടുള്ള ബന്ധം,
13 വാക്യം ആടുകൾ ഇടയനോട് എങ്ങനെയായിരിക്കണം. 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 14-15 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മതി. സഹോദരന്മാരെ എന്ന് പറഞ്ഞ് വീണ്ടും അപ്പോസ്തലൻ ആരംഭിക്കുകയാണ്. ദൈവ മക്കൾ, സഭയിലെ അംഗങ്ങൾ ആടുകൾ എന്ന മെറ്റഫറിലാണല്ലോ ഈ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിലീവേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധം, ഒരു ദൈവവൈതലിന് മറ്റ് ദൈവവൈതലിനോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം. 12 വാക്യം ഇടയന് ആടിനോട്, 13 വാക്യം ആടിന് ഇടയനോട്, 14-15 വാക്യം ആടുകൾ തമ്മിലുള്ള ബന്ധം, പീപ്പിൾ, അവിടെ സഭയിലെ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ആയിരിക്കണം എന്നതാണ് 14-15 വാക്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് സഭയിലെ എല്ലാവർക്കും ചീഫ് ഷെപ്പേർഡായ കർത്താവിനോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 12 വാക്യം ലീഡർഷിപ്പ് ടു പീപ്പിൾ, 13 വാക്യം പീപ്പിൾ ടു ലീഡർഷിപ്പ്, 14-15 വാക്യം പീപ്പിൾ ടു പീപ്പിൾ, 16 മുതൽ 22 വരെ പീപ്പിൾ ടു ഗോഡ്, ഷീപ്പ് ആൻഡ് ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. ഇതാണ് ഏറ്റവും ലളിതമായ ഔട്ട്ലൈൻ. എന്നിട്ട് 23-24 വാക്യം നമ്മുടെ ഗ്ലോറിഫിക്കേഷനെ പറ്റി, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എന്താണ് നടക്കുന്നത്, അവിടെ വരെ ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് 23-24 വാക്യങ്ങൾ തീരുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഒരു മാതൃകാ സഭ വീണ്ടും അനേകർക്ക് മാതൃകയാകേണ്ടതിന് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിത ശൈലി, ശുശ്രൂഷാ ശൈലി, വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധം, വിശ്വാസിയും സഭയിലെ ഇടയന്മാരും തമ്മിലുള്ള ബന്ധം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം, ഒടുവിൽ എല്ലാവർക്കും ശ്രേഷ്ഠ ഇടയനായ കർത്താവിനോടുള്ള ബന്ധം, ഇതൊക്കെ എത്ര നന്നായിട്ടാണ് അപ്പോസ്തലൻ ആർട്ടിക്കുലേറ്റ് ചെയ്ത് നമുക്ക് നൽകിയത്, അല്ലെങ്കിൽ എഴുതി നമുക്ക് നൽകിയത് എന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നോക്കൂ, ഇവിടെ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. 4 കാര്യം ആ ഭാഗത്ത് പ്രധാനമായിട്ടും ഉണ്ട്. എന്നാൽ ഈ 12-13 വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ വാക്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് നമ്മൾ 12-13 വാക്യങ്ങൾ വളരെ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. 12-ാമത്തെ വാക്യത്തിനകത്തും 13-ാമത്തെ വാക്യത്തിനകത്തും നിങ്ങൾ ഒരു നല്ല ചർച്ച എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ, ചർച്ചിന്റെ ആരോഗ്യം ഒരു ഹെൽത്തി ചർച്ചായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് 12-13 വാക്യത്തിനകത്ത് വളരെ വിശദമായിട്ട് പരിശുദ്ധാത്മാവ് പറയണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ വേണം. 12-ാമത്തെ വാക്യത്തിനകത്ത് 3 കാര്യമുണ്ട്, 13-ാമത്തെ വാക്യത്തിനകത്ത് 3 കാര്യമുണ്ട്. അങ്ങനെ ഒരു ചർച്ച് സ്ട്രോങ് ആയിട്ട് പോകാൻ, ഒരു ഹെൽത്തി ചർച്ചായിട്ട് പോകാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ, എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവസഭകൾക്ക് അനുകരിക്കാൻ കഴിയേണ്ടതിന്, നല്ലൊരു മാതൃകയാകേണ്ടതിന് ഈ 6 കാര്യം ദൈവസഭയിൽ ഉണ്ടാകണം എന്നതാണ് ഈ 12-13 വാക്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. 3 കാര്യം ഇടയന്റെ ശുശ്രൂഷയുടെ കാര്യത്തിലും, 3 കാര്യം ഇടയനോടുള്ള ബന്ധത്തിൽ, ആടുകളുടെ സ്വഭാവത്തിലും. ഇങ്ങനെ 6 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വിശദമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ചർച്ചിന്റെ ആരോഗ്യം, ചർച്ചിന്റെ സൗന്ദര്യം, ചർച്ച് സന്തോഷമായിട്ട് പോകാൻ, ചർച്ച് സമാധാനമായിട്ട് പോകാൻ, ചർച്ച് വളരാൻ, ചർച്ച് മാതൃകയാകാൻ, ദൈവനാമം സഭയ്ക്കുള്ളിൽ മഹത്വപ്പെടേണ്ടതിന് ഈ 6 കാര്യം ഉണ്ടായേ കഴിയൂ എന്ന് അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്. 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ച് ഞാനൊന്ന് വായിച്ചതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. 12-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം, എന്നുള്ളത് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ഉപയോഗിക്കുന്ന പദം, സഹോദരന്മാരെ, ഇംഗ്ലീഷ് തുടങ്ങുന്ന ബട്ട് വി റിക്വസ്റ്റ് ഓഫ് യു. മലയാളത്തിൽ താഴോട്ട് വായിക്കുമ്പം 13-ാം വാക്യത്തിനകത്തുണ്ട് എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. വാസ്തവത്തിൽ ഈ വാക്യം ഒരു അപ്പോസ്റ്റോലിക് കമാൻഡായിട്ട് പറയല്ല. അപ്പൻ മക്കളോടെന്ന പോലെ, അമ്മ ഒരു നേഴ്സിംഗ് ബേബിയെ കെയർ ചെയ്യുന്നത് പോലെ, അതാണല്ലോ താൻ സഭയെ കെയർ ചെയ്യുന്നതിന് ഉപയോഗിച്ചേക്കുന്ന മെറ്റഫർ. ഞാൻ ആദ്യം പറഞ്ഞു തന്നെ എടുത്താൽ, അപ്പൻ
മക്കളെ സ്നേഹത്തോടെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് പോലെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ആ വളരെ സ്നേഹത്തോടെ അവരോടുള്ള ചില ചില അപേക്ഷകളാണ് 12ഉം 13ഉം വാക്യത്തിനകത്ത് കാണുന്നത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടത് കൊണ്ട് നമ്മളോടുമുള്ള ആ അപേക്ഷ, ആ റിക്വസ്റ്റ് ആയിട്ട് തന്നെ ഇതിനെ കാണേണ്ടതാണ് എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. അവിടുത്തെ വാക്കുണ്ട്, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്. അവിടെ ഒരു ഗ്രൂപ്പ് ആളുകളെയാണ് മെൻഷൻ ചെയ്തത്. അതായത് അവിടെ പ്രത്യേകം ഇടയനെന്നോ പാസ്റ്റർ എന്നോ എൽഡർ എന്നോ ഒന്നും കാണുന്നില്ല. നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ആരാണോ അവർ അവിടെ വാസ്തവത്തിൽ ഒരു പ്രത്യേകം പേര് ആരാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടില്ല. എന്നാൽ മറ്റ് ലേഖനങ്ങളിൽ വളരെ ക്ലിയറായിട്ട് അതുള്ളത് കൊണ്ട് നമുക്കത് ആരാണ് എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ അതിന് ഒരാമുഖം ആ വാക്യത്തിലേക്ക് വരാനായിട്ട്, ആ സഭയിലെ ലീഡേഴ്സ്, ആ ലീഡേഴ്സ് എന്ന് പറയുമ്പം അത് ദൈവത്താൽ ഡെലിഗേറ്റഡ് അതോറിറ്റി കിട്ടിയവരാണ്. ആരും സെൽഫ് അതോറിറ്റി ഉള്ളവരോ മറ്റെന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ട്, കഴിവുള്ളത് കൊണ്ട്, മറ്റെന്തെങ്കിലും പാരമ്പര്യം ഉള്ളത് കൊണ്ട്, ഇന്ന കുടുംബത്തിലെ ആളായതുകൊണ്ട് ലീഡറായി എന്ന അർത്ഥത്തിന് വേദപുസ്തകത്തിനകത്ത് എന്ന നിലയിൽ വന്നേക്കുന്നവർക്ക് വേദപുസ്തകത്തിനകത്ത് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ പറഞ്ഞേക്കുന്ന ആ ലീഡേഴ്സ് ആരാണോ ദൈവസഭയെ ഭരിക്കുന്നത്, ആരാണോ ദൈവസഭയ്ക്കായിട്ട് അധ്വാനിക്കുന്നത്, ആരാണോ ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് പ്രബോധിപ്പിക്കുന്നത്, അവരെ ആ ലീഡേഴ്സ്, ആ അർത്ഥത്തിലാണ് ലീഡേഴ്സ് എന്ന പദം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരെ തിരുവെടുത്ത് പ്രധാനമായിട്ടും 3 പേരുകളിൽ വിളിക്കാറുണ്ട്. ഞാൻ ആ 3 പേര് ഒന്ന് പറയാം. നമ്മൾ ഏറ്റവും അധികമായിട്ട് കാണുന്നത് അവരെ വിളിക്കുന്ന ഒരു പേര് മൂപ്പൻ എന്നാണ്. സഭയിലെ മൂപ്പന്മാരെ വരുത്തി എന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെച്ചു എന്ന് വായിക്കുന്നുണ്ട്. മൂപ്പന്മാരോടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ 2 ലേഖനത്തിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് യാതൊരു സംശയത്തിന് ഇടയില്ലാതെ വണ്ണം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന 2 അധ്യായങ്ങൾ തന്നെ പുതിയ നിയമത്തിനകത്തുണ്ട്. ഏറ്റവും അധികം സഭയെ ഭരിക്കുന്നവർ, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, സഭയിൽ പ്രബോധിപ്പിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേര് മൂപ്പനം എന്നാണ്, എൽഡേഴ്സ്. അത് വാസ്തവത്തിൽ പുതിയ നിയമ സഭയുടെ മാതൃക എന്നുള്ളത് ഒരെൽഡർ അല്ല, എൽഡേഴ്സ് ഉണ്ടായിരിക്കണം. സഭയിൽ ശുശ്രൂഷകന്മാരുണ്ടായിരിക്കണം. അതാണ് പുതിയ നിയമ സഭയുടെ മാതൃക. എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല. വളരെ ചുരുക്കം സഭകളിൽ മാത്രമാണ് അങ്ങനെ പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ് എന്ന ബിബ്ലിക്കൽ ആ സത്യം അപ്ലൈ ചെയ്യുന്ന സഭകൾ വളരെ കുറവാണ്. എന്നെ കേൾക്കുന്ന എല്ലാ സഭകളിലും എൽഡേഴ്സ്, ആ മൂപ്പന്മാർ തന്നെ, ഒന്നിലധികം ആളുകൾ ഈ അധ്വാനിക്കാനും അവരെ ആത്മീയമായി ഭരിക്കാനും അവരെ പ്രബോധിപ്പിക്കാനും ഉണ്ടാകേണ്ടത് ദൈവവചനം ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. അത് ദൈവികമാണ്. അതാണ് പരിശുദ്ധാത്മാവ് സഭയുടെ വളർച്ചയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു മീൻസ്. നോക്കൂ, എൽഡേഴ്സ്, മൂപ്പന്മാർ. ഈ മൂപ്പൻ എന്ന പദം ആണ് പൊതുവെ വിളിക്കുന്നത് ആളുകളെ. 1-ാം നൂറ്റാണ്ടിലൊക്കെ മൂപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 2-3 നൂറ്റാണ്ടിൽ മൂപ്പന്മാരെന്നാണ് വിളിച്ചേക്കുന്നത്. ഈ മൂപ്പൻ എന്ന, എൽഡർ എന്ന പദത്തിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ച് അവരെ വിളിക്കാൻ കാര്യം? സ്പിരിച്വൽ മെച്യൂരിറ്റിയെ കാണിക്കുന്ന ഒരു പദമാണ്. സ്പിരിച്വൽ മെച്യൂരിറ്റി ആൻഡ് വിസ്ഡം. ഒരു ആത്മീയ പക്വത, പ്രായത്തിന്റെ പക്വത എന്നല്ല, ആത്മീയ പക്വത. 60-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടയാളെ മൂപ്പൻ എന്ന് വിളിക്കാൻ പറ്റില്ല. സഭയിൽ പ്രബോധിപ്പിക്കാനും സഭയെ ഭരിക്കാനും സഭയിൽ അധ്വാനിക്കാനും ദൈവത്തിന്റെ കൃപ ലഭിച്ച ആളുകൾക്ക് ആത്മീയ പക്വതയുള്ളവരെ വിളിക്കേണ്ട പേരാണ് മൂപ്പൻ. ആ പക്വതയിൽ അവർക്കൊരു വിസ്ഡവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് ഏറ്റവും അധികം മൂപ്പൻ എന്ന പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ അല്പം മുമ്പേ പറഞ്ഞല്ലോ, മൂപ്പന്മാരുടെ നിർദ്ദേശങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം, 1 തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം. ഒന്നുകൂടെ പറയാം, 1 തിമോത്തി 3-ാം അധ്യായം, തീത്തോസിന്റെ 1-ാമത്തെ അധ്യായം, തീത്തോസ് എഴുതിയ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം. വെരി ക്ലിയർ ആയിട്ട് ഔട്ട്ലൈൻ എന്താണ് ഒരു എൽഡറിന്റെ ശുശ്രൂഷ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സഭയെ ഭരിക്കുന്ന
ഒറ്റ ഗ്രൂപ്പ് ആളെ ഉള്ളൂ, ആ ഒരു 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 കാറ്റഗറിയിലുള്ള ആളെ ഉള്ളൂ. അവരെ വേദപുസ്തകം പ്രധാനമായിട്ടും വിളിക്കുന്ന പേര് മൂപ്പൻ എന്നാണ്. മൂപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രായം കൊണ്ട് കൂടിയ ആളെന്നല്ല, സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ള വിസ്ഡം ഉള്ള ആളുകളെയാണ് മൂപ്പൻ എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത്. പ്ലൂറാലിറ്റി ഓഫ് എൽഡർഷിപ്പ് ആണ് ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മളോട് കമാൻഡ് ചെയ്തിരിക്കുന്ന കാര്യം. രണ്ടാമത്, ഈ മൂപ്പന്മാരെ തന്നെയാണ് ഓവർസിയർ എന്ന് വിളിച്ചിട്ടുണ്ട്, അധ്യക്ഷന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. ഇത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായവും 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിച്ചാൽ ഈ ഒരു വ്യക്തിയെ തന്നെയാണ് മൂപ്പൻ എന്നും അധ്യക്ഷൻ എന്നും വിളിച്ചേക്കുന്നതെന്ന് വെരി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയും. കണ്ടോ, രണ്ടാമത് ആ പദം ന്യൂ ടെസ്റ്റ്മെന്റ് സഭയുടെ ലീഡർഷിപ്പിലുള്ള ആ വ്യക്തിയെ രണ്ടാമത് വിളിക്കുന്ന പദം ഓവർസിയർ, അധ്യക്ഷൻ എന്നാണ്. ചില ഓൾഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ബിഷപ്പ് എന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ ബിഷപ്പ് എന്ന് പറയുന്നത് വേറെ ഏതോ സമുദായത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ വിളിക്കുന്നതാണ്. അല്ല, അതിന് എപ്പിസ്കോപ്പോസ് എന്നൊരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചേക്കുന്നത്. ബിഷപ്പ് എന്ന് ഓൾഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഓവർസിയർ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ ഇത് എൽഡറിന്റെ തന്നെ പേരാണ്, ഓവർസിയർ. അതായത് ഓവർസിയർ എന്ന ഒരാളെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മീയ അധികാരത്തെ, സ്പിരിച്വൽ അതോറിറ്റിയെ കാണിക്കുന്ന ഒരു പദമാണ്. സ്പിരിച്വൽ ഓവർസൈറ്റ് ആൻഡ് സ്പിരിച്വൽ അതോറിറ്റി. ഒന്നാമത്തേത് സ്പിരിച്വൽ മെച്യൂരിറ്റി ആൻഡ് വിസ്ഡം, രണ്ടാമത്തേത് സ്പിരിച്വൽ ഓവർസൈറ്റ് ആൻഡ് അതോറിറ്റി. ഈ രണ്ട് ആശയങ്ങളെ ഉൾക്കൊണ്ടാണ് ഓവർസിയർ എന്ന പദം ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അധ്യക്ഷൻ എന്ന പദം കാണാം. അത് ആ ഓവർസീഡിങ് അതോറിറ്റി, സ്പിരിച്വൽ അതോറിറ്റി മാത്രമാണ് കേട്ടോ. വേറൊരു കാര്യത്തിലും അതോറിറ്റി ഉള്ളതായിട്ട് വേദപുസ്തകം അവകാശപ്പെടുന്നില്ല. സ്പിരിച്വൽ അതോറിറ്റി നോക്കൂ, നിങ്ങളെ ഭരിക്കുക, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അതാരാണ്? എൽഡറാണ്. ആ എൽഡർ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റിയിൽ പറയുന്ന പദമാണ് ഓവർസീഡിങ്, ഓവർസിയർ എന്ന പദം. മൂന്നാമത് ഇവരെ വിളിക്കുന്ന ഒരു പേര് പാസ്റ്റർ എന്നാണ്. പൊയ്മേൻ എന്നൊരു ഗ്രീക്ക് വേർഡ്, വേദപുസ്തകം അത്യാവശ്യം ഒറിജിനൽ ലാംഗ്വേജ് ഒക്കെ അല്പമെങ്കിലും അറിയാവുന്നവർക്ക് ആ പദം പരിചയമാണ്. പാസ്റ്റർ, ഇടയൻ എന്ന് വിളിക്കാനായിട്ടുള്ള കാര്യം അദ്ദേഹം നൽകുന്ന ആ സ്പിരിച്വൽ ഫീഡിങ് ആൻഡ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ, ആ രണ്ട് പദത്തെ അർത്ഥമാക്കിയാണ് പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. എൽഡർ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി, സ്പിരിച്വൽ മെച്യൂരിറ്റി ആൻഡ് വിസ്ഡം. ഓവർസിയർ എന്ന് വിളിക്കുന്നത് സ്പിരിച്വൽ അതോറിറ്റി ആൻഡ് ഓവർസൈറ്റ്. മൂന്നാമത് പാസ്റ്റർ എന്ന് വിളിക്കുന്നത് ആ സ്പിരിച്വലി നൽകുന്ന ഫീഡിങ്, ദൈവവചനത്താലുള്ള പോഷണവും ആ പ്രൊട്ടക്ഷനും, അവരെ ശത്രു കാണാതെ വണ്ണം സംരക്ഷിക്കുക. അതിനായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ഇടയൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ അർത്ഥത്തിലാണ് ഇടയൻ എന്ന് ആ ശുശ്രൂഷകനെ ഇടയൻ എന്ന് വിളിക്കുന്നത്. 3 പദം മനസ്സിലായല്ലോ. നാലാമത് പുതിയ നിയമം വിളിക്കുന്ന പേര് നമ്മൾ വായിക്കുന്നത്, അത് അങ്ങനെ ഒരു പേരായിട്ടില്ല, നിങ്ങളെ നടത്തുന്നവരെ എന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളെ നടത്തുന്നവരെ, ദോസ് ഹു ലെഡ് യു എന്നാണ് വായിക്കുന്നത്. നിങ്ങളെ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്പിരിച്വൽ ഗൈഡൻസ് ആൻഡ് സ്പിരിച്വൽ ഡിസേൺമെന്റ്. നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്ന, വകതിരിവ് പറഞ്ഞു തരുന്ന, അതല്ല വഴി, ഇതാകുന്നു വഴി എന്ന് പറഞ്ഞു തരുന്നവർ എന്നാണ് അർത്ഥം. നോക്കൂ, ഈ 4 പദങ്ങൾ, സ്പിരിച്വൽ മെച്യൂരിറ്റിയെ കാണിക്കുന്ന പദം, വിസ്ഡത്തെ കാണിക്കുന്ന പദം, അവരുടെ ആത്മീയ അധികാരത്തെ, ഓവർസീഡിനെ കാണിക്കുന്ന പദം, അവർ നൽകുന്ന സ്പിരിച്വൽ ഫീഡിങ് ആൻഡ് പ്രൊട്ടക്ഷനെ കാണിക്കാനായിട്ട് പാസ്റ്റർ എന്നൊരു പദം, അതുപോലെ തന്നെ നിങ്ങളെ നയിക്കുന്നവർ, നടത്തുന്നവർ, ഏത് വളരെ ഡിസേൺമെന്റോടുകൂടി വളരെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ആത്മീയ ഗൈഡൻസ് നൽകുന്ന കൊണ്ടാണ് നിങ്ങളെ നടത്തുന്നവർ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ ഇതാണ് പാസ്റ്റർ, ഇടയൻ, അധ്യക്ഷൻ, നടത്തുന്നവർ എന്നതുകൊണ്ട് ഇതെല്ലാം ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ ഇതൊക്കെ ഓരോരുത്തരെ ഒരു വ്യക്തിയെ വിളിക്കാറില്ല. കാര്യം മൂപ്പം വേറെയാണ്, ബിഷപ്പ് വേറെയാണ്, ഓവർസിയർ വേറെയാണ്, നടത്തുന്നവർ വേറെയാണ്. അങ്ങനെ നമ്മളൊക്കെ തിരുവെടുത്ത് വായിച്ച് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ചേക്കുന്ന പാകപ്പിഴയാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരാളാണ് ഈ പദങ്ങൾ മാറി മാറി ഉപയോഗിക്കാൻ കാര്യം. അവർ ചെയ്യുന്ന അവരുടെ മെച്യൂരിറ്റിയെയും ശുശ്രൂഷയിലെ ആ കാറ്റഗറൈസ് ചെയ്ത് പറയുമ്പോഴാണ് ഈ പദങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ചർച്ച
തെസ്സലോനിക്ക സഭ അവർക്ക് അങ്ങനെ ഇടയനെന്ന് വിളിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ബേബി ചർച്ചാണ്. വളരെ 4 5 വർഷം കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലൻ എഴുത്തെഴുതുന്നത്. നമുക്കറിയാം അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ജാതികളിൽ നിന്നാണ് വലിയൊരു ഗ്രൂപ്പ് ആളുകൾ രക്ഷിക്കപ്പെട്ട് ആ സഭയുടെ വിശ്വാസികളായിട്ട് മാറിയത്. അന്നത്തെ അവിടുത്തെ കൾച്ചർ എന്നുള്ളത് അത് ഒരു സ്ലേവറി സമ്പ്രദായം, അടിമത്തം നിലനിൽക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ്. അതുകൊണ്ട് ആരും ലീഡർഷിപ്പിനുള്ള ഒരു ക്വാളിറ്റി അവർ കണ്ടിട്ടില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരത്തക്കവണ്ണമുള്ള ഒരു 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 സെക്കുലർ ഫീൽഡ് പോലും അവർക്കറിയില്ല. കാര്യം സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളായിരിക്കണം ആരംഭ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. അത് 1ഉം 2ഉം നൂറ്റാണ്ടിലെ പ്രത്യേകിച്ച് വേദപുസ്തകത്തിന് പുറത്തുള്ള റിസോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ അടിമകളായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് കൂടുതലും ദൈവസഭയുടെ ഭാഗമായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അപ്പർ സൊസൈറ്റിയിൽ നിന്നൊക്കെ ദൈവസഭയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സഭ ബേബി ചർച്ച് ആയിരുന്നത് കൊണ്ട് പറയത്തക്ക ഒരു ഒരു പ്രായമോ അതിൻ്റെ തക്കവണ്ണം ഒരു പക്വതയൊന്നും ആകാനായിട്ടുള്ള സമയമാകാഞ്ഞത് കൊണ്ട് ഇവിടെ പ്രത്യേക ഒരാളെ ഇടയനെന്നോ അധ്യക്ഷനെന്നോ ഓവർസിയറെന്നോ നിങ്ങളെ നടത്തുന്നവരെന്നോ ഒന്നും എടുത്തു പറയാതെ ഒരു ഗ്രൂപ്പ് ആളുകളെ പോളും തിമോത്തിയോസും ശീലാസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിയോഗമുള്ള ചില ആളുകളെ അവരെ നയിക്കേണ്ടതിന് അവിടെ അധ്യക്ഷരാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു പദത്തിൽ അവരെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയില്ലെങ്കിലും തിമോത്തി പിന്നീട് അവരെ പോയി സഹായിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് ബേബി ചർച്ച് ആയിരുന്നത് കൊണ്ട് അവിടെ ഒരു നോ മെൻഷൻ ഓഫ് പാസ്റ്റേഴ്സ്, നോ മെൻഷൻ ഓഫ് ഓവർസിയേഴ്സ്, നോ മെൻഷൻ ഓഫ് ബിഷപ്പ്, എപ്പിസ്കോപ്പോസ് അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം ആ ചർച്ച് ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് മാത്രമല്ല ഇവിടെ ഈ സഭയിൽ ഈ കാര്യങ്ങളൊക്കെ അപ്പോസ്തലൻ പറയാനായിട്ടുള്ള കാര്യം നിങ്ങൾ സമാധാനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള കാര്യം നിങ്ങൾ 14 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മോഡൽ ചർച്ച ആണെങ്കിൽ അല്പം സ്വല്പം പ്രയാസങ്ങളും അന്യോന്യമുള്ള വിഷയങ്ങളും ഒക്കെ ചെറുതായിട്ട് ആ ലോക്കൽ സഭയിൽ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പോൾ അവിടെ ഓഫ് കോഴ്സ് ചില ആളുകളെ യോഗം നടത്താനും ദൈവവചനം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വളരെ പ്രായം കുറഞ്ഞ ആളുകളാണ്. ആത്മീയത്തിൽ വളരെ എത്രമാത്രം ആത്മീയ പക്വതയുള്ളവരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലൻ അവിടെ ചില ആളുകളെ അവരെ നയിക്കാനും ഭരിക്കാനും അവരോട് പ്രബോധനം പറയാനും അവരുടെ ഇടയിൽ അധ്വാനിക്കാനുമായിട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോസ്തലന്മാർ ആക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അത് ചെയ്തു എന്നാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ 12ാം വാക്യത്തിനകത്ത് ഒരു അപ്പോസ്റ്റോലിക് അതോറിറ്റിയോടെ അല്ല പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ 13ാം വാക്യം മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു റിക്വസ്റ്റ് ആയിട്ട് അപ്പോസ്തലൻ പറയണം. ബട്ട് വി റിക്വസ്റ്റ് യു ബ്രദറൻ. ഒരു വളരെ ജെന്റിൽ കൈൻഡ് അപ്രോച്ച് ഈ വാക്യങ്ങൾക്കകത്ത് കാണാം. വേണമെങ്കിൽ തനിക്ക് ആ അധികാരത്തോടെ പറയാനായിട്ടുള്ള എല്ലാ ആത്മീയ അതോറിറ്റിയും ഉണ്ട്. കാരണം മറ്റ് ഭാഗങ്ങളിൽ മറ്റ് ലേഖനങ്ങളിൽ വളരെ ആജ്ഞാപിച്ച ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോസ്റ്റോലിക് കമാൻഡ് വെരി ക്ലിയർ ആയിട്ട് കാണാം. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ ആ കാര്യം ചെയ്യുന്നില്ല. എന്താണ് ചെയ്യാത്തത് എന്നത് നമുക്കറിയാം. അവിടെ ആ നിലയിലുള്ള ഒരു ലീഡർഷിപ്പ് ആയിട്ടില്ല. ചില ആളുകൾ ആത്മീയ പക്വതയിലേക്ക് വളരുന്നു എന്ന് തോന്നുന്ന ചില ആളുകളെ തൽക്കാലത്തേക്ക് ആ ശുശ്രൂഷകൾ ഭരമേൽപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഈ ലേഖനത്തിനകത്ത് അപ്പോസ്തലൻ എഴുതി അറിയിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഒരു ഇടയൻ സഭയിലെ ആടുകളോടുള്ള ബന്ധത്തിൽ തൻ്റെ ഉത്തരവാദിത്തം 3 നിലയിൽ നിറവേറ്റണം എന്ന ഒരു സഭ സ്ട്രോങ് ആയിട്ട് പോകാൻ, ഒരു സഭ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിട്ട് പോകാൻ, ഒരു സഭ ആത്മീയമായിട്ട് വളരാൻ 3 കാര്യങ്ങൾ ഒരു ശുശ്രൂഷകൻ ചെയ്യണം എന്ന് ഈ ഒരു വാക്യത്തിനകത്ത് തന്നെയുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും എന്നൊരു പ്രയോഗം, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും
tell you, but we request you, brethren, that you appreciate those who diligently labor among you. നിങ്ങളുടെ ഇടയിൽ ഡിലിജന്റ് ആയിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, മലയാളം വളരെ മനോഹരമാണ്, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന. വാസ്തവത്തിൽ ഒരു സഭാശുശ്രൂഷകൻ, പ്ലൂറാലിറ്റി ഓഫ് എൽഡർഷിപ്പിന് സഭയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നാണെന്നറിയാമോ? അധ്വാനിക്കുക എന്നാണ്. എന്താണ് അധ്വാനം? അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് മുഴുവൻ നോക്കുമ്പോൾ അവർ അധ്വാനിക്കാനായിട്ട് പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരിടയൻ അധ്വാനിക്കേണ്ടത് സഭയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ആ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഭയ്ക്ക് എന്താണ് നൽകേണ്ടത്, ഇത് രണ്ടുകൂടെ ചേർത്ത് വായിച്ചാൽ ഒരു ഇടയന്റെ അധ്വാനം, ഒരു ഓവർസിയറിന്റെ അധ്വാനം, ഒരു ബിഷപ്പിന്റെ അധ്വാനം എന്നുള്ളത് ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ. അധ്വാനിക്കുക, അതിനോട് അത് ഫലവത്തായി തീരാൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഒരു വാക്യം അല്പം കഴിയുമ്പോൾ നിങ്ങളെ എടുത്തൊന്ന് കാണിക്കാം. നിങ്ങളുടെ ഇടയിൽ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇടയന്റെ അധ്വാനം എക്സ്പ്ലെയിനിങ് ദ ഗോസ്പൽ, explaining the truth, applying the truth, warning them, admonishing them, counseling them, helping them. ഇതെല്ലാം അധ്വാനമാണ്, എല്ലാം ദൈവവചന ബേസ്ഡ് ആണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം പോളിന്റെ അധ്വാനം ഏറ്റവും മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം, അല്ലെ ആ വിഷയം പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായമാണ്. അതിനകത്ത് ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ വീടുതോറും കയറി നിങ്ങളോട് അത് പറഞ്ഞു. ഇത് ഓൾ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലോചന മുഴുവനായിട്ട് അറിയിച്ചു എന്നാണ് പറയുന്നത്. വീടുതോറും രാത്രി മുടങ്ങാതെ, അങ്ങനെ ആ 20-ാം അധ്യായത്തിനകത്ത് അങ്ങനെ തന്നെ വളരെ 24 മണിക്കൂറുള്ള തന്റെ അധ്വാനത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: കർത്താവിനെ സേവിച്ചു എന്ന് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും. കണ്ടോ, പരസ്യമായിട്ട്, പകലെ പരസ്യമായിട്ട് പറഞ്ഞു, സമയം കിട്ടിയപ്പോഴെല്ലാം വീട് തോറും ഈ ട്രൂത്ത് പറഞ്ഞു. അതാണ് അധ്വാനം. ഒരു ശുശ്രൂഷകൻ ഒരു സഭ അനുഗ്രഹിക്കപ്പെടാൻ, ഒരു സഭ മോഡലാകാൻ, ഒരു സഭ ദൈവപ്രസാദമുള്ളതായി തീരാൻ ഒന്നാമത് ചെയ്യേണ്ടത് അധ്വാനിക്കണം. എങ്ങനെ അധ്വാനിക്കേണ്ടത്? ദൈവ വചനത്തിലുള്ള അധ്വാനം. അതാണ് അതിൻ്റെ അർത്ഥം. ഈ 1-ാം അധ്യായത്തിന്റെ ഈ 1 തെസ്സലോനിയൻസ് 2-ാം അധ്യായത്തിനകത്ത് അതിന്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ എന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഭാരമായി അധ്വാനവും പ്രയാസം. അവിടെ സുവിശേഷത്തിന് വേണ്ടിയുള്ള തന്റെ അധ്വാനത്തെ പറ്റിയും താൻ പകല് വേല ചെയ്തതിന്റെ അധ്വാനത്തെ പറ്റിയും അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഒരമ്മ എങ്ങനാണോ, 7-ാം വാക്യം, ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ അധ്വാനിച്ചു. അതായത് റെസ്റ്റ് ഇല്ലാതെയുള്ള അധ്വാനം എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. റെസ്റ്റ് ഇല്ലാതെയുള്ള അധ്വാനം. നോക്കൂ, ഒരമ്മ എങ്ങനെ ഒരു കൊച്ചിനെ പോറ്റുന്നത്? ഒരിക്കലും അമ്മയ്ക്ക് ഉറങ്ങാൻ ടൈം കിട്ടുമെന്നറിയാൻ പാടില്ല. 24/7 അമ്മ ആ നഴ്സിംഗ് ബേബിയുടെ കൂടെ ആയിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് ഒരു നേഴ്സിംഗ് മദർ, അങ്ങനെ ഒരു കൊച്ചിനെ വളർത്തുന്ന, ഒരു പിഞ്ചു കൊച്ചിനെ വളർത്തുന്ന ഒരമ്മയെ പോലെ അധ്വാനിക്കുക. അതാണ് വാസ്തവത്തിൽ അത്. ആ അധ്വാനം ദൈവവചന പ്രകാരമായ, ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ച സുവിശേഷ പ്രകാരമായിരുന്നു എന്ന് പറഞ്ഞാണ് ആ വേദഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടോ, അധ്വാനിക്കുക. 2 തെസ്സലോനിയൻസ് 3-ന്റെ 9-ാം വാക്യം 13-ാം വാക്യത്തിനകത്തൊക്കെ ആ അധ്വാനം എന്ന പദം നമുക്ക് ആവർത്തിച്ച് കാണാം. ഞങ്ങൾ വളരെ പ്രയാസത്തോടെ രാപ്പകൽ വേല ചെയ്തു, അങ്ങനെ അധ്വാനിച്ചു എന്നൊരു പ്രയോഗം മറ്റൊരു കാര്യം പറയാനായിട്ടും അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായല്ലോ. എന്താ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ? വീടാന്തരം പരസ്യമായിട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ അറിയിക്കേണ്ടതിനുള്ള അധ്വാനം. ഒരു സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന ഇടയന്മാരുണ്ടാകണം. അധ്വാനിക്കുക. അവിടെ ഏറ്റവും
ശക്തമായ ഒരു വാക്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമുണ്ട്. ഇതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ദൈവവചന ശുശ്രൂഷാഘോഷണം ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് 23 മുതൽ താഴോട്ട് വായിക്കുന്നത്. ആ ദൈവവചന ഘോഷണം വളരെ പോരാടിക്കൊണ്ട് എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വളരെ ആഗണൈസ് ചെയ്ത് ഞാൻ അധ്വാനിക്കുന്നു എന്നാണ് കൊലോസ്യ ലേഖനം 1:28 പറയുന്നത്. വാസ്തവത്തിൽ ഒരു ഇടയൻ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ, പോരാടി അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവവചന ഘോഷണം നിവർത്തിക്കുക, അത് ഫലവത്തായി തീരാൻ പോരാടി അധ്വാനിക്കുക എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ക്ലിയർ എന്ന് വിചാരിച്ചോട്ടെ. നോക്കൂ, ഇത് പോള് തൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 10 ഇങ്ങനെ താൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വളരെ അധ്വാനിച്ചു, നിങ്ങളിൽ എല്ലാവരേക്കാൾ അധികമായിട്ട് ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, ദൈവകൃപയാണ് എന്നെ ആ അധ്വാനത്തിന് സഹായിച്ചത് എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. എങ്കിലും അതിൻ്റെ ആദ്യ ഭാഗം നോക്കിയാൽ ഞാൻ വളരെ അധ്വാനിച്ചു, നിങ്ങളെക്കാൾ അധികമായിട്ട് അധ്വാനിച്ചു. എന്താണ് തൻ്റെ അധ്വാനം എന്നുള്ളത്? ദൈവവചന സത്യത്താൽ സഭയെ നടത്തുക എന്നതാണ് തൻ്റെ അധ്വാനം. പ്രിയപ്പെട്ടവരെ, ഒരിടയന്റെ പ്രധാനപ്പെട്ട ജോലി ആ അധ്വാനമാണ്. ഇവിടെ സഭ സ്ട്രോങ് ആയിട്ട് പോകാൻ, മോഡലായിട്ട് പോകാൻ, ഹെൽത്തി ആയിട്ട് പോകാൻ, ദൈവപ്രസാദകരമായിട്ട് പോകാൻ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന ഇടയന്മാരുണ്ടായിരിക്കണം. അത് പൂർണ്ണമായിട്ട് പറഞ്ഞു വരുമ്പോഴാണ് അതിന്റെ അർത്ഥം ക്ലിയർ ആകുന്നത്. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും, രണ്ടാമത് ഇടയൻ ചെയ്യേണ്ട കാര്യം, ഇടയൻ ഒരു പദയോ അവിടെ ഇല്ലെങ്കിൽ ഇടയൻ, അധ്യക്ഷൻ, ആ പദം ആരംഭത്തിലെ കാര്യം ഓർത്താൽ മതി. മൂപ്പൻ എന്ന് പറഞ്ഞാൽ, ഇടയൻ എന്ന് പറഞ്ഞാലും, ഓവർസിയർ എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആണ്. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും, രണ്ടാമത്തെ വാക്കാണ്ടോ, ഭരിക്കുക, അതോറിറ്റി ഓവർ ദ ഷീപ്പ്. അതിനെ നമുക്ക് ആ ഭരിക്കുക എന്നുള്ളതൊക്കെ വിശദമാക്കണം. ഒന്നാമത്തെ കാര്യം ലേബർ എമംഗ് ദ ഷീപ്പ്, രണ്ടാമത്തേത് അതോറിറ്റി ഓവർ ദ ഷീപ്പ്. അതോറിറ്റി ഓവർ ദ ഷീപ്പ്, ദൈവമക്കളുടെ ഭരിക്കുക. ഭരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ടു സ്റ്റാൻഡ് ബിഫോർ സംവൺ, ടു പ്രൊസീഡ്, ടു ലീഡ്, ടു ഡിറക്റ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതേ വാക്യം, ഈ ഭരിക്കുക എന്ന വാക്ക് ഇടയന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ പറയുന്ന 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 5-ാം വാക്യം, 12-ാം വാക്യം, 1 തിമോത്തിയോസ് 5:17, അവിടെ എല്ലാം ഈ നന്നായി ഭരിക്കുക എന്ന പദം, അവരുടെ ഭരിക്കുക എന്നുള്ളത് സ്പിരിച്വൽ ആയിട്ടുള്ള ഭരണമാണ് കേട്ടോ, അല്ലാതെ ഡോമിനേറ്റ് ചെയ്യുന്ന ഭരണമല്ല എന്നൂടെ നിങ്ങൾ മറന്നുപോകരുത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഭരണമാണ്, നിങ്ങളെ ഭരിക്കുകയും ചെയ്യുന്ന. അവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, ഒരു പ്രത്യേക മീനിങ് ആണ്. ഭരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുക, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുക, നിങ്ങളെ പ്രിസൈഡ് ചെയ്യുക, അങ്ങനെ മുന്നിൽ നിൽക്കുക. മനസ്സിലാവുന്ന ഒരാള് ആത്മീയ അധികാരത്താൽ മുന്നിൽ നിർത്തി നയിക്കുക, അതാണ് ഇടയന്റെ ജോലി എന്ന് ആ വാക്യത്തിനകത്ത് കാണാം. നിങ്ങളെ ഭരിക്കുക. അവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഫ്രേസ് ഉണ്ട്, കർത്താവിൽ നിങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അധികാരം സെൽഫായിട്ടുള്ളതല്ല. ഈ അധികാരം ആരെങ്കിലും പുറത്തുനിന്ന് തനിക്ക് നൽകിയതല്ല. ഈ ഡെലിഗേറ്റഡ് അതോറിറ്റി ദൈവത്താൽ ലഭിച്ചതാണ്. അതാണ് കർത്താവിൽ നിങ്ങളെ ഭരിക്കുക. ചുരുക്കി പറഞ്ഞാല് ഒരിടയനെ, ഒരു മൂപ്പനെ സഭയിൽ അപ്പോയിന്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു മൂപ്പൻ ആത്മീയ അധികാരം ഭരിക്കാനായിട്ട് നൽകുന്നത് ദൈവവചനത്തിന്റെ ആ വ്യവസ്ഥയിൽ നിന്ന് ഹോളി സ്പിരിറ്റ് മാത്രമാണ്. നിങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മീയ ഭരണമാണ്. അത്
കർത്താവിലാണ് ഭരിക്കേണ്ടത്. കർത്താവിൽ ഭരിക്കുമ്പോൾ കേൾവിക്കാർ എപ്പോഴും ഓർക്കേണ്ടത് ഇത് സെൽഫായിട്ടുള്ള ഒരു അതോറിറ്റി അല്ല, ലോകക്കാരെല്ലാവരുടെയും തൻ്റെ പേഴ്സണാലിറ്റി കൊണ്ട് കൊടുത്തതല്ല, സഭക്കാർക്ക് ഒരാളെ കേമനെന്ന് തോന്നിയത് കൊണ്ട് മൂപ്പനാക്കി വെച്ചേക്കാം എന്നതുമല്ല, ദൈവത്താൽ ലഭ്യമാകുന്ന ഒരാത്മീയ അധികാരത്തെയാണ് ഭരിക്കാനായിട്ട് തന്നെ മുന്നിൽ നിർത്തുന്നത്. അതായത് ഈ അധികാരം എ ലവിങ് ജെന്റിൽ ഡെലിഗേറ്റഡ് അതോറിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. ഈ അധികാരം എന്നുള്ളത് 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇടവകകളിന്മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. അതായത് ഒരു 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 ഡോമിനേറ്റ് ചെയ്യുന്ന നിലയിൽ സഭാഭരണം കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട്. സഭാഭരണം എൻ്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനല്ല, ഇത് ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ്. ദൈവം ആത്മീയ അധികാരം ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഇദ്ദേഹത്തിന് നൽകിയതാണ്. അതാണ് ഭരിക്കുക. ഡോമിനേറ്റ് ചെയ്ത് അടിമപ്പെടുത്തുക എന്ന അർത്ഥത്തിലല്ല, സ്നേഹത്തോടെ ജെന്റിലായിട്ട് വളരെ കെയറിങ് ആയിട്ടുള്ള ലഭിച്ച അധികാരത്തെ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഉപയോഗിക്കുക. അതാണ് അതിന്റെ അർത്ഥം. നോക്കൂ, 2 കാര്യം അവിടെ ഉണ്ട്. ഒരിടയൻ എന്തൊക്കെ ചെയ്യണം? അധ്വാനിക്കണം, ഭരിക്കണം. അതോറിറ്റി ഓവർ ദ ഷീപ്പ്. 3-ാമത്തെ വാക്ക് അവിടെ തന്നെയുണ്ട്. 3-ാമത്തെ വാക്ക് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്. 3-ാമത്തെ വാക്ക് കണ്ടോ? പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിയണം. പ്രബോധിപ്പിക്കുക. 3 വാക്ക്. 1, അധ്വാനിക്കുന്നവരാകണം. 2, സ്പിരിച്വൽ അതോറിറ്റി എക്സസൈസ് ചെയ്യണം. 3-ാമത് പ്രബോധിപ്പിക്കണം. ഇതെല്ലാം ഒന്നൊന്നിനോട് വളരെ ആഴമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ്. ഒന്നൊന്നിനോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഫോർ ദ ഷീപ്പ്. ഈ ആടുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ആടുകളെ നേരെ നടത്തുക, കറക്റ്റ് ചെയ്യുക, വഴി കാണിച്ചു കൊടുക്കുക. അപകടം മുന്നിലുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് അവരെ വഴി മാറ്റുന്നത്. ഇറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ വിത്ത് എ വ്യൂ ടുവേർഡ് കറക്ഷൻ. ഇറ്റ് ക്യാരീസ് ദ ഐഡിയ ഓഫ് if you keep going this way, you are going to have problems. You have got to turn and go this way. അതാണ് ആ വാക്കിൻ്റെ ഒക്കെ അർത്ഥം എന്നുള്ളത്. എപ്പോഴും അവർക്ക് ചേഞ്ച് വരാനായിട്ട്, ദൈവവചനത്തിലേക്ക് അവരെ തിരിയാനായിട്ട്, ആത്മീയമായിട്ട് വളരാനായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, പ്രബോധിപ്പിക്കുക. ആ പദമാണ് പ്രബോധിപ്പിക്കുക. വാൺ ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, വഴി പറഞ്ഞു കൊടുക്കുക, അപകടങ്ങൾ മുന്നിലുണ്ടെങ്കിൽ വഴി മാറ്റി തിരിഞ്ഞു വരാനായിട്ട് പറയുക, ഉപദേശിക്കുക. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഐപികോസിലെ ദൈവമക്കൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഇടയന്റെ, മൂപ്പന്റെ ശുശ്രൂഷ കാര്യങ്ങളുടെ വിശദീകരണം പറഞ്ഞേക്കുന്ന 2 അധ്യായങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം. ഈ 2 അധ്യായങ്ങളിലും ഈ ശുശ്രൂഷകൻ ഉണ്ടാകേണ്ട ശുശ്രൂഷാപരമായ ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്വഭാവപരമായിട്ടുള്ളത്, സാമൂഹ്യപരമായിട്ടുള്ളതുമായ, കുടുംബപരമായിട്ടും സ്വഭാവപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള ക്വാളിറ്റിയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ഒരു കാര്യമാണ് ഒരു ശുശ്രൂഷകൻ ഉണ്ടാകേണ്ട ഉപദേശപരമായ യോഗ്യത. അതേതാണെന്നറിയാമോ? only one skill ആണ് തനിക്ക് വേണ്ടത്. only one functional അതോറിറ്റിയാണ് അതിനകത്തുള്ളത്. അത് എന്താണെന്നറിയാമോ? ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. വേറെ ഒരു ഉപദേശപരമായ യോഗ്യതയും നമ്മളവിടെ കാണുന്നില്ല. ബാക്കിയെല്ലാം സ്വഭാവപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ളതും കുടുംബപരമായിട്ടുള്ളതാണ്. ശുശ്രൂഷാപരമായിട്ട് ഒറ്റ കാര്യമാണ് അവിടെ ഉള്ളത്: ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. അതേ കാര്യമാണ് ഇവിടെ അപ്പോസ്തലൻ തെസലോനിക്കയിലെ ലീഡേഴ്സിനെ പറ്റി പറഞ്ഞേക്കുന്നത്. നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവർ, പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക. ആ വാക്യം
നിരവധി പ്രാവശ്യം 1 തിമോത്തിയോസ് 4:6, 4:16 ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇടയന്റെ ടീച്ചിങ് റെസ്പോൺസിബിലിറ്റി വളരെ കൃത്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ വളർച്ചയ്ക്കായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വേദപുസ്തകത്തിൽ ഉടനീളം കാണാം. അതുകൊണ്ടൊരു സഭയുടെ ശുശ്രൂഷകൻ നിശ്ചയമായിട്ട് ഉപദേശകനാകണം. ഉപദേശകനല്ലാത്തയാള് ആ ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല. ദൈവം അങ്ങനെ ആളെ വിളിച്ചിട്ടുമില്ല. കാര്യം ഓൺലി വൺ സ്കില്ല് മാത്രമാണ് ബൈബിൾ ഡിമാൻഡ് ചെയ്യുന്നത്, ഹോളി സ്പിരിറ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. ഓൺലി വൺ ഫങ്ഷണൽ അതോറിറ്റി മാത്രമാണ് ദൈവം ഡിമാൻഡ് ചെയ്യുന്നത്. ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. മൂപ്പന്മാർ, വിശേഷാൽ നിങ്ങളെ ഉപദേശിക്കുന്നവർ എന്ന ആ നിലയിൽ തന്നെ നമ്മൾ 1 തിമോത്തിയോസ് 5:17 മറ്റൊരു കോണ്ടസ്റ്റിൽ ആ വാക്യം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര വിശദമായിട്ടാണ് ആ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എന്ന് ഓർക്കുക. സഭയ്ക്ക് ശുശ്രൂഷകന്മാരെ നൽകിയിരിക്കുന്നത് സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് വായിക്കുന്നത് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ സെയിൻസ്. എങ്ങനെയാണ് എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്, എങ്ങനെയാണ് പ്രബോധിപ്പിക്കേണ്ടത്? ദൈവവചനത്തെ ആധാരമാക്കി വേണം പ്രബോധിപ്പിക്കാനായിട്ട്. കാരണം ദൈവവചനമാണ് ഒരാളെ ബിൽഡപ്പ് ചെയ്യുന്നത്. ആ ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് എന്നെ ഭരിക്കാനും എന്നെ അധ്വാനിക്കാനും ആക്കി വെച്ചേക്കുന്നത്. ദൈവസഭയെ ബിൽഡപ്പ് ചെയ്യാനായതുകൊണ്ട് ആ ബിൽഡപ്പ് ചെയ്യാം ദൈവം നമുക്ക് നൽകിയേക്കുന്ന മാധ്യമം ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്. നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരാകണം എന്നതാണ് ആ വേദഭാഗത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിനകത്ത് ആ മിലേത്തസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പോൾ അവർക്ക് വേണ്ടി അവരോട് പ്രബോധിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം 32-ാം വാക്യമുണ്ട്. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും, അത് പ്രാർത്ഥനയാണ്, ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥനയും ദൈവവചന ശുശ്രൂഷയുമാണ് ഒരുവനെ ആത്മീയമായിട്ട് വളർത്തുന്നത്, ഒരുവനെ എഡിഫൈ ചെയ്യുന്നത്, ബിൽഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രബോധനം ആവശ്യമാണ്, ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. എനിക്ക് 13-ാമത്തെ വാക്യം അല്പേറെ സമയം പറയേണ്ടത് കൊണ്ട് ഞാൻ ഇന്ന് ഇതിനോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന, നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ ഭരിക്കുന്ന, കർത്താവിൽ നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഈ 3 ഡ്യൂട്ടി ഒരിടയൻ ആടിനോടുള്ള ബന്ധത്തിൽ ചെയ്യണം. എങ്ങനെയാണ് പ്രബോധിപ്പിക്കേണ്ടത്? എല്ലാ വാക്യങ്ങളും പ്രബോധിപ്പിക്കണം. എല്ലാ വാക്യങ്ങളും ന്യൂ കവനന്റ് ആണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർക്ക് നൽകിയേക്കുന്നത് കൊണ്ട് ആ പുതിയ നിയമ സഭയുടെ ഉപദേശ വിഷയങ്ങൾ വിശദമായിട്ട് എല്ലാ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും പറഞ്ഞു കൊടുക്കാൻ സഭയുടെ ഉപദേഷ്ടകൻ ഉത്തരവാദിത്തമുള്ളവനാണ്. ഈ 3 കാര്യങ്ങൾ തെസലോനിക്ക സഭയിൽ അന്ന് അവരത്രയും വളർന്ന മെച്ചുറായ പ്രായം കൊണ്ട് നീളം പറയാൻ പോലും ഇല്ലാത്ത സഭയിൽ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ആ സഭയിൽ അവരുണ്ടായിരുന്നത് കൊണ്ടാണ് ആ സഭ ഇന്നും നമ്മുടെ ലോക്കൽ സഭകൾക്ക് അനുകരിക്കാവുന്ന നിലയിൽ മാതൃകയായിട്ട് ചരിത്രത്തിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് മാതൃകയായി? അവരെ ഭരിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നത്. കർത്താവിലാണ് ഭരിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രബോധിപ്പിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവവചനത്തിൽ എഡിറ്റ് ചെയ്യരുത്. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഉള്ളതുപോലെ പറയണം. ഒരു കാരണവശാലും ജനത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അത് പറഞ്ഞു കൊടുത്താൽ ആ സഭയുടെ ക്വാളിറ്റി ഇല്ലാതാകുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ആ സഭയ്ക്ക് വരാനായിട്ട് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ തിരുവെഴുത്തിനകത്തെ ഈ വാക്യം പോലെ ഒരു ഇടയൻ തൻ്റെ സഭയിലെ ആടുകളോട്, ആ ഇടയൻ എന്നുള്ളത്
പ്ലൂറാലിറ്റി ആയിട്ട് ഒരു സഭയിലെ ഇടയന്മാർ തൻ്റെ സഭയിലെ ആടുകളോട് ഈ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന നിലയിൽ അധ്വാനിക്കുകയും പ്രബോധിപ്പിക്കുകയും ഭരിക്കുകയും ചെയ്താൽ ആ സഭ ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ചരിത്രത്തിൽ അങ്ങനെ അതിനുവേണ്ടി അധ്വാനിച്ച സഭകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അതിനുവേണ്ടി ദൈവവചനപ്രകാരം നിന്ന ഇടയന്മാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവ് തൻ്റെ സഭയെ സംരക്ഷിച്ച് ആ സഭയുടെ ഭാഗമാകാൻ അനേകരിലൂടെ സുവിശേഷം കേട്ട് നമുക്കും ഭാഗ്യമുണ്ടായത്. അടുത്ത തലമുറയിലേക്ക് ദൈവം അനുവദിച്ചാൽ ഒരുപക്ഷെ കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത തലമുറ ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അവർക്കും മാതൃകയായി തീരേണ്ടതിന് ഒരു ലോക്കൽ സഭ ഈ നിലയിൽ അധ്വാനിക്കുകയും ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ഇടയന്മാരെ കൊണ്ടും നിറഞ്ഞു വരണം എന്നതാണ് തിരുവെഴുത്ത് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം. ഞാൻ ഒരിടയൻ സഭയോട് എങ്ങനെ ആയിരിക്കണം എന്നതാണ് 3 കാര്യം. 13-ാം വാക്യത്തിനകത്ത് ഒരു സഭ ഇടയനോട് എങ്ങനെ ആയിരിക്കണം, ഈ 2 സൈഡ്സ് ഓഫ് വൺ കോയിൻ എന്ന് പറയുന്ന പോലെ ഈ 2 കാര്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ 13-ാം വാക്യം എനിക്ക് അല്പം വിശദമായിട്ട് പറയേണ്ടത് കൊണ്ട് ഇന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവിടെ ഞാനങ്ങ് പറഞ്ഞു വിടാം. നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ അറിയണം. 2, അവരുടെ അധ്വാന നിമിത്തം, വേല നിമിത്തം സ്നേഹത്തോടെ അവർക്ക് വേണ്ടി വിചാരിക്കണം. 3, അന്യോന്യം ഇടയനും ആടുകളും സമാധാനത്തിൽ അവരുടെ ജീവിതം സൂക്ഷിക്കണം. അന്യോന്യം സമാധാനത്തിൽ സൂക്ഷിക്കണം. ഈ 6 കാര്യം ഉണ്ടെങ്കിലാണ് ആ ലോക്കൽ സഭ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഞാൻ അതിൻ്റെ 13-ാമത്തെ വാക്യം വിശദമായി പറയാമെന്ന് വിചാരിക്കുന്നു. ഈ തിരുവെഴുത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.